ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾക്ക് ഹൈബ്രിഡൈസേഷൻ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻസ് ഹൈബ്രിഡൈസേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ ക്രൈറ്റീരിയ ആൻഡ് സാലൈൻ ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ വിത്ത് എക്സാമ്പിൾസ്. ആദ്യം തന്നെ നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലീനസ് പോളിംഗ് ആണ്. ടു എക്സ്പ്ലെയിൻ ദ ജോമെട്രീസ്, നേച്ചർ ഓഫ് ബോൺസ്, ഷേപ്സ് ആൻഡ് ബോണ്ട് ആംഗിൾ ഓഫ് പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഇപ്പോൾ മോളിക്യൂൾസിൻ്റെ ജോമെട്രി, നേച്ചർ ഓഫ് ബോൺസ്, ഷേപ്സ്, ബോണ്ട് ആംഗിൾ ഇവയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ലീനസ് പോളിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ഹൈബ്രിഡൈസേഷൻ. ഇതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റാണ് ഇൻ വേവ് മെക്കാനിക്സ്. വേവ് മെക്കാനിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷൻ്റെ ഡെഫിനേഷനിലേക്ക് പോവാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിംഗ് ഓഫ് വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ഇൻ ദ സെയിം ആറ്റം വിത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ എനർജീസ് to yield a new set of the same number of orbitals of equivalent energies and shapes. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താ പറയുന്നത്? ഒരു ആറ്റത്തിലെ ഡിഫറെൻറ്റ് എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്ത് അവ തമ്മിലുള്ള എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാക്കും. അതിന് ഈക്വലൻ്റ് എനർജിയും ഷേപ്പും ഉണ്ടായിരിക്കും. ആ ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈബ്രിഡൈസേഷൻ്റെ ഡെഫിനീഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ഇൻ ദ സെയിം ആറ്റം വിത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ എനർജീസ് to yield a new set of same number of orbitals of equivalent energies and shape. അപ്പം എത്ര അറ്റോമിക് ഓർബിറ്റലാണോ നമ്മൾ ഇൻ്റർമിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അത്രയും സെയിം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. സെയിം നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെഫിനേഷനിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾക്ക് ക്രൈറ്റീരിയ റിഗാർഡിംഗ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് ടു ഫോം ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽസിന് കമ്പയറബിൾ എനർജി ഉണ്ടായിരിക്കണം. സാധാരണയായി ഹൈബ്രിഡൈസേഷനിൽ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസാണ് പങ്കെടുക്കുക. പക്ഷേ ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസിന് വേണമെങ്കിലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം ഇഫ് ദേ ഹാവ് എനർജറ്റിക്കലി കമ്പാരബിൾ, ഇഫ് ദെയർ എനർജി ഈസ് കമ്പാരബിൾ. ഓക്കെ, അപ്പം ഇന്നർ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് മാത്രമല്ല ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസിനും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം ഇഫ് ദേ ഹാവ് കമ്പാരബിൾ എനർജീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഇത് കൂടാതെ പിന്നെയും ക്രൈറ്റീരിയാസ് ഉണ്ട്, പക്ഷേ അതൊന്നും എസെൻഷ്യൽ അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കറിയാം ഇന്നർ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ ഇപ്പം റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് അത് അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാലും അവിടെ ഹൈബ്രിഡൈസേഷന് പ്രയോറിറ്റി കൂടും. പക്ഷേ ഇതൊരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് മാത്രമല്ല കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. ഓക്കെ, അപ്പോൾ വാലൻസ് ഷെല്ലിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന് മാത്രമല്ല കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിനും കൂടി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാം. പക്ഷേ അത് എസെൻഷ്യൽ കണ്ടീഷനിൽ നമുക്ക് വരുന്നില്ല. നമ്മൾക്ക് ഈ രണ്ട് കണ്ടീഷൻസ് മാത്രമാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്. ഓക്കെ, ഓർബിറ്റൽസ് ഷുഡ് ഹാവ് കമ്പാരബിൾ എനർജി. രണ്ടാമത്തേത് orbitals present in the valence shell of the atom along with the inner shell too if energetically comparable take part in hybridization. Okay, അപ്പം വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് മാത്രമല്ല ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസും
ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും, അതിൻ്റെ എനർജി കമ്പയറബിൾ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി നമുക്ക് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. അതായത് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. നമ്മൾക്കൊരു 4 പോസ്റ്റുലേറ്റ്സ് ആണ്, 4 ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. ആദ്യത്തെ തന്നെ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടേക്ക് പാർട്ട് ഇൻ ദി ഹൈബ്രിഡൈസേഷൻ. അപ്പം ഹൈബ്രിഡൈസേഷനിൽ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ പങ്കെടുക്കുന്നത് അത്രയും അവർ തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഫീച്ചർ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ആർ ഈക്വലൻറ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ് ജനറലി. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഈക്വലൻ്റ് എനർജിയും ഷേപ്പും ആയിരിക്കും. അങ്ങനെ അല്ലാത്ത കണ്ടീഷൻസും ഉണ്ട്, പക്ഷേ ജനറലി പറയുവാണെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ഈക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. തേർഡ് പോയിന്റ്, എ ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് ബെറ്റർ ഓറിയൻറ്റഡ് ഓർ ഡയറക്റ്റഡ് ദാൻ പ്യുവർ ഓർബിറ്റൽ. ഓക്കെ, അപ്പം ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിന് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനേക്കാൾ ഡയറക്ഷനലി ഓറിയൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷന് ഉള്ള കഴിവുണ്ട്. അതായത് അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള അറ്റോമിക് ഓർബിറ്റൽസിനെ നമ്മൾക്ക് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറയാം. അങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ ബെറ്ററായിട്ട് ഓറിയൻറ്റ് ചെയ്യാൻ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് പറ്റും. അതായത് അപ്പോൾ ഹൈബ്രിഡ് ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് സ്ട്രോങ്ങർ ബെറ്ററായിട്ട് ഓറിയൻറ്റ് ചെയ്യും, മാത്രമല്ല അവ സ്ട്രോങ്ങർ ബോണ്ടും ആയിരിക്കും. അപ്പം അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനേക്കാൾ കുറച്ചുകൂടി സ്റ്റേബിൾ ബോണ്ട്സ് ഫോം ചെയ്യാൻ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് കഴിയും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. നമ്മുടെ ഈ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാലൻസ് ബോണ്ട് തിയറി എന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓവർലാപ്പിംഗ് നടക്കുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ടാണ്, 2 അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ടാണ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുമ്പിൽ അവിടെ നടക്കുന്ന ഈ ഓവർലാപ്പിംഗ് എന്ന കൺസെപ്റ്റ് മറ്റൊരു രീതിയിൽ നോക്കിക്കാണുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു പെർസെപ്ഷനാണ് നമ്മളുടെ ഈ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ആ ഓവർലാപ്പിംഗ് നടക്കുന്നതിന് മുമ്പ് ഈ അറ്റോമിക് ഓർബിറ്റൽസിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മളുടെ ഫോർത്ത് പോയിന്റ്, ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഡിറ്റർമൈൻസ് ദ ജോമെട്രി ഓഫ് ദി മോളിക്യൂൾസ്. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യും, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാക്കുമെന്ന് നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെറ്റർ ഓറിയൻറ്റേഷൻ മീൻസ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത് മാക്സിമം റിപ്പൾഷൻ എന്നൊരു രീതിയിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം റിപ്പൾഷൻ എന്നുള്ള ഒരു രീതിയിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യും. മാക്സിമം റിപ്പൾഷൻ മീൻസ് സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ വച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ജോമെട്രി പറയാൻ പറ്റും. ആ ഓറിയൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ജോമെട്രി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്കുള്ള ഹൈബ്രിഡൈസേഷൻ്റെ 4 ഫീച്ചേഴ്സ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? എത്ര നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എത്ര നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് അതിന് ഈക്വൽ ആയിരിക്കും എന്നതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ഈക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ് അല്ലേ? പുതിയതായിട്ട് ഫോം ചെയ്ത ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഈക്വലൻ്റ് ഇൻ എനർജിയും ഷേപ്പും ആയിരിക്കും. നമ്മുടെ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഹൈബ്രിഡ് ഓർബിറ്റൽസിന് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനേക്കാൾ ബെറ്റർ ആയിട്ട് ഓറിയൻറ്റേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. also can form stronger bonds than pure atomic orbitals. ഓക്കെ, ഫോർത്ത് പോയിന്റ് നമ്മൾ പറഞ്ഞത്, അപ്പം ഏത് പ്രിഫേർഡ് ഓറിയൻറ്റേഷനിലാണോ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ജോമെട്രി കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ 4 ഫീച്ചേഴ്സ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആദ്യം തന്നെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയല്ലേ. ലീനസ് പോളിംഗ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു എക്സ്പ്ലെയിൻ
ദി ജോമെട്രി, നേച്ചർ ഓഫ് ബോണ്ട്സ്, ഷേപ്സ് ആൻഡ് ബോണ്ട് ആംഗിൾ ഓഫ് ദി പോളിയാറ്റോമിക് മോളിക്യൂൾസ്. ഇതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻ്റർമിക്സിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ഇൻ ദി സെയിം ആറ്റം എന്ത് ചെയ്യും, അത് അങ്ങനെ ഇൻ്റർമിക്സ് ചെയ്യുമ്പം അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഉണ്ടായിട്ട് പുതിയൊരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് ഈക്വലൻ്റ് എനർജീസ് ആൻഡ് ഷേപ്പ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളതിൻ്റെ ക്രൈറ്റീരിയ നോക്കി. ഹൈബ്രിഡൈസേഷൻ നടക്കാൻ വേണ്ട ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഓർബിറ്റൽസിന് കമ്പാരബിൾ എനർജീസ് ഉണ്ടായിരിക്കണം. അതുപോലെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് മാത്രമല്ല, ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസിനും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ പറ്റും ഇഫ് ദേ ഹാവ് കമ്പാരബിൾ എനർജീസ്. ഓക്കെ, ഇതായിരുന്നു രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. പിന്നെ എസെൻഷ്യൽ അല്ലാത്ത 2-3 ക്രൈറ്റീരിയാസ് കൂടി നമ്മൾ നോക്കി. അതായത് ഇന്നർ ഷെല്ലിൽ നിന്ന് എക്സൈറ്റേഷൻ സംഭവിച്ച് ഔട്ടർ ഷെല്ലിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ്, അങ്ങനെയുള്ള ഓർബിറ്റൽസിനും ഹൈബ്രിഡൈസേഷന് പ്രയോറിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ഷെല്ലിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന് മാത്രമല്ല ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ പറ്റുക, ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിനും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മളതിൻ്റെ 4 സാലിയൻ ഫീച്ചേഴ്സ് നോക്കി. സാലിയൻ ഫീച്ചേഴ്സിൽ പറഞ്ഞത് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടേക്ക് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഈക്വലൻ്റ് എനർജിയും ഷേപ്പും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനേക്കാൾ ബെറ്റർ ആയിട്ട് ഓറിയൻറ്റ് ചെയ്യും, അതുപോലെ സ്ട്രോങ്ങർ ബോണ്ട്സ് ഫോം ചെയ്യും. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ജോമെട്രി പറയാൻ പറ്റും. ഇത്രയായിരുന്നു നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന പോർഷനിലേക്ക് പോവാം. ആദ്യം തന്നെ sp3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഈ sp3 ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയായിരിക്കും? ഈ sp3 ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഒരു s ഓർബിറ്റൽ, അതുപോലെ 3 p ഓർബിറ്റൽസ് പരസ്പരം മിക്സ് ചെയ്ത് റീഷഫിൾ ചെയ്ത് അതിലെ എനർജി പരസ്പരം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് sp3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 4 ഹൈബ്രിഡ് sp3 ഓർബിറ്റൽസ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും 1+3, അങ്ങനെ നമുക്ക് 4 ഹൈബ്രിഡ് sp3 ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലേ. അതായത് നമ്മുടെ സാലിയൻ ഫീച്ചറിൽ പറഞ്ഞത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് അത്രയും തന്നെ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഉണ്ടാവും? ഒരു s ഓർബിറ്റൽ പ്ലസ് 3 3 ഓർബിറ്റൽ, അങ്ങനെ 4 ഹൈബ്രിഡ് sp3 ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. ഇത് ടെട്രാഹീഡ്രൽ മാനറിലാണ് ഓറിയൻറ്റ് ചെയ്യുക വിത്ത് ദി ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഓരോ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിലുള്ള ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇനി നമുക്കറിയാം sp3 എന്ന് പറയുന്നത് ഒരു 1:3 ആണല്ലേ. 1 s ക്യാരക്ടറും 3 p ക്യാരക്ടറും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? s ക്യാരക്ടർ 25%ഉം p ക്യാരക്ടർ 75%ഉം ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ ഹൈബ്രിഡ് ഓർബിറ്റലിൽ 25% s ക്യാരക്ടറും ഉണ്ടായിരിക്കും, 75% p ക്യാരക്ടറും ഉണ്ടായിരിക്കും. ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാനുള്ളത്. CH4 മോളിക്യൂൾ, CCl4, ഈഥേൻ, അമോണിയ, വാട്ടർ. ഇതെല്ലാം sp3 ഹൈബ്രിഡൈസേഷനുള്ള എക്സാമ്പിൾസ് ആണ്. sp3 ഹൈബ്രിഡൈസേഷനിലുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതിന് നമ്മൾക്ക് CH4 മോളിക്യൂൾസിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം CH4 മോളിക്യൂളിൽ കാർബൺ ആണ് സെൻട്രൽ ആറ്റം. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്.
അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 1s2 2s2 2px1 2py1 2pz0. ഇതാണ് നമ്മളുടെ കാർബൺ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഈ ഓർബിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ. CH4 മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ ഈ കാർബൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ബോണ്ടിങ് നടക്കണമെങ്കിൽ നമ്മൾക്ക് അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം, അതുപോലെ അത് ഓപ്പോസിറ്റ് സ്പിന്നും ആയിരിക്കണം. നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ആ ആറ്റംസിൻ്റെ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സ്പിന്നും ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് മാത്രമാണ് കാർബണിലുള്ളൂ. അപ്പം 2 ഹൈഡ്രജൻ മാത്രമാണ് ഇവിടെ നമ്മൾക്കിപ്പം ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മൾക്ക് ഈ കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒന്ന് നോക്കാം. കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഈ 2s 2 ഇലക്ട്രോൺസിൽ 1 ഇലക്ട്രോൺ 2pz പോകും. അപ്പം നമ്മൾക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടി? 2s 1 അൺപെയർഡ് ഇലക്ട്രോൺ, അതുപോലെ 2p 3 അൺപെയർഡ് ഇലക്ട്രോൺ. ഇപ്പം നമ്മൾക്ക് 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ് ഫോം ചെയ്യാൻ പോസിബിൾ ആണല്ലേ. അപ്പം ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു എസ് ഓർബിറ്റലും ഈ 3 p ഓർബിറ്റൽസും ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പം ഈ എസ് ഓർബിറ്റലും ഈ p ഓർബിറ്റലും ഒരുമിച്ച് ചേർന്ന് ഇൻ്റർമിക്സ് ചെയ്ത് റീഷഫിൾ ചെയ്ത് അവയുടെ എനർജി പരസ്പരം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ഒരു 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്നത്. ഹൈഡ്രജനും ആറ്റവുമായി ഓവർലാപ്പിങ്ങിന് പങ്കെടുത്ത് നമ്മൾക്ക് അവിടെ ഒരു CH4 മോളിക്യൂൾ ഫോം ചെയ്യും. ഓക്കെ, ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്, ഇതൊരു ഹൈഡ്രജൻ ആറ്റം, ഇതൊരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം. ഈ 4 ഹൈഡ്രജൻ ആറ്റവും കാർബണിൻ്റെ 4 അൺപെയ്ഡ് ഇലക്ട്രോണുമായിട്ട് ഓവർലാപ്പിംഗ് നടക്കും. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവും. ഇതിൽ HCH ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഇതിൻ്റെ ജോമെട്രി ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് CH4 മോളിക്യൂളിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ നോക്കാം, sp2 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ നമ്മൾക്കറിയാം sp3 പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇവിടെ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും ഇൻ്റർമിക്സ് ചെയ്ത് റീഷഫിൾ ചെയ്ത് എനർജി പരസ്പരം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുക, sp2 ഹൈബ്രിഡൈസേഷൻ നടക്കുക. അങ്ങനെ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും 1+2 അങ്ങനെ നമ്മൾക്ക് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. 3 ഈക്വലൻ്റ് എനർജിയുള്ള 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അവ ഓറിയൻറ്റ് ചെയ്യുന്നത് ട്രയാഗണൽ പ്ലാനാർ മാനറിലാണ്. മാത്രമല്ല അവയ്ക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൽ എസ് ക്യാരക്ടർ 33.33%, പി ക്യാരക്ടർ 66.6% ഉള്ളത്. 1:2 അല്ലേ ഉള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. BF3 BCl3 C2H4 ഇതാണ് sp2 ഹൈബ്രിഡൈസേഷൻ്റെ മോളിക്യൂൾസിനുള്ള എക്സാമ്പിൾസ്. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് നമ്മൾ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കമ്പയറബിൾ ആയിട്ടുള്ള എനർജിയുള്ള ഓർബിറ്റൽസ് പരസ്പരം റീഷഫിൾ ചെയ്ത് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പരസ്പരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. അത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് C2H4 അല്ലെങ്കിൽ എത്തിലീൻ ഒരു ഈത്തീൻ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെയും സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കാർബൺ തന്നെയാണ്. 2 കാർബൺ ഉണ്ട് അല്ലേ.
അതുപോലെ 4 ഹൈഡ്രജനും ഉണ്ട്. ഹൈഡ്രജൻ്റെ എണ്ണം 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p2 അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പം 2sൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ വാക്കൻ്റ് ഓർബിറ്റിലേക്ക് പോകും, pz ഓർബിറ്റലിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് 1s2 2s1 2p3 എന്നൊരു ഓർബിറ്റൽ കിട്ടും. അല്ലെ, ഈ എസ് ഓർബിറ്റലും ഈ 2 പി ഓർബിറ്റലും തമ്മിൽ മാത്രമാണ് ഇൻ്റർമിക്സിങ്ങും റീഷഫ്ലിങ്ങും അതുപോലെ എനർജി റീഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ആ ഇൻ്റർമിക്സിങ് നടക്കുന്നത് ഈ എസ് ഓർബിറ്റലും ഈ 2 പി ഓർബിറ്റൽസും മാത്രമാണ്. അങ്ങനെ നമ്മൾക്ക് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. നമുക്ക് ഈഥീൻ മോളിക്യൂളിൻ്റെ ഒരു ഫിഗർലി റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇതാണ് എത്തിലീൻ മോളിക്യൂൾ അല്ലെങ്കിൽ ഈഥീൻ മോളിക്യൂൾ. 2 കാർബൺ ആറ്റം ഉണ്ട്. അത് രണ്ടും ഒരു ഡബിൾ ബോണ്ടിലൂടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് നമുക്കറിയാം, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും അല്ലേ. 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ആ 4 ഹൈഡ്രജൻ ആറ്റവും കാർബണുമായി ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കാർബൺ, ഇതാണ് നമ്മളുടെ മറ്റൊരു കാർബൺ. ഇത് കാർബണിൻ്റെ 2py ആണ്. ഇത് മറ്റൊരു ഇത് രണ്ടാമത്തെ കാർബണിൻ്റെ 2py ആണ്. ഇതാണ് രണ്ടാമത്തെ കാർബണിൻ്റെ 2py. ഇത് 2pz ഓർബിറ്റലാണ്. ഇവിടെ ഇത് തമ്മിൽ പരസ്പരം ഒരു സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ടായി. ഇവിടെ ഉണ്ടായിരിക്കുന്നത് പൈ ബോണ്ടാണ് അല്ലേ. ഇവിടെ ഉണ്ടായിരിക്കുന്നത് പൈ ബോണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇലക്ട്രോൺ ക്ലൗഡ് എബോ ആൻഡ് ബിലോ ദ പ്ലെയിനിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനിയോ ഈ ഓരോന്നിലും ഹൈഡ്രജൻ ആറ്റവും ഓരോ സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് C2H4 മോളിക്യൂളിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ഹൈബ്രിഡൈസേഷൻ നോക്കാം. sp ഹൈബ്രിഡൈസേഷൻ. അതിനെ നമ്മൾ ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ എന്നും പറയാറുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ആണ് ഉള്ളത് അല്ലേ. അപ്പം ഇവിടെ ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഇൻ്റർമിക്സ് ചെയ്ത് റീഷഫിൾ ചെയ്ത് എനർജി റീഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന ഹൈബ്രിഡൈസേഷനാണ് sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എത്രയായിരിക്കും? ഇവിടെ ഒരു 1:1 എന്നുള്ള ഫോമിലാണ് അല്ലേ. അതായത് 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറും ആയിരിക്കും ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ഈ sp ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓറിയൻ്റ് ചെയ്യുന്നത് ലീനിയർ ഫാഷനിലാണ് വിത്ത് ദി ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. pz ഓർബിറ്റലിൻ്റെ sp ഹൈബ്രിഡൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന മോളിക്യൂൾസിനുള്ള എക്സാമ്പിൾസ് ബെർലിയം ക്ലോറൈഡ്, ബെർലിയം ഫ്ലൂറൈഡ്, അതുപോലെ C2H2 ആണ്. ഓക്കെ, C2H2 അല്ലെങ്കിൽ അസറ്റിലീൻ അല്ലെങ്കിൽ ഈഥൈൻ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം കാർബൺ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷനും അറിയാം. ഇവിടെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പം ഇതിലുള്ള ഒരു എസ് ഓർബിറ്റലും ഇവിടെയുള്ള ഒരു പി ഓർബിറ്റലും മാത്രമാണ് ഇൻ്റർമിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. അതിൻ്റെ ഫിഗർലി റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം ഒരു കാർബൺ ആറ്റത്തിൽ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു കാർബൺ ആറ്റത്തിലും 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. അപ്പോൾ നമ്മളുടെ ഈഥൈൻ മോളിക്യൂളിൽ ഓൾറെഡി 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് sp ഹൈബ്രിഡ് ഓർബിറ്റൽസും ഉണ്ട്. ഇവിടെ 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസും ഉണ്ട് അല്ലേ. ഒരു കാർബൺ ആറ്റത്തിലെ sp ഓർബിറ്റൽസ് മറ്റൊരു കാർബൺ ആറ്റമായിട്ടൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരു ഹെഡ് ഓൺ ഫാഷനിൽ ഒരു ഓവർലാപ്പിംഗ് നടക്കും. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും ഇവിടെ.
ഇവിടെ ഈ രണ്ടെണ്ണം സൈഡ് വൈസ് ആയിട്ട് ഹെഡ് ഓൺ ആയിട്ട്, അതായത് ആക്സിയൽ ഓവർലാപ്പിംഗ്, ഇവിടെ ആക്സിയൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ബാക്കിയുള്ള sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഓരോ കാർബൺ ആറ്റത്തിലെയും sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് അവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു സിഗ്മ, ഇവിടെ ഒരു സിഗ്മ ഫോം ചെയ്യും. അപ്പം ഈ sp ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മറ്റൊരു കാർബൺ ആറ്റത്തിലെ അൺപെയർഡ് ഇലക്ട്രോണുമായി ചേർന്ന് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയുള്ള ഈ രണ്ട് കാർബൺ ആറ്റത്തിലുള്ള ബാക്കി വരുന്ന ഈ ഒരു ഇലക്ട്രോൺ ഒരു ഹൈഡ്രജൻ ആറ്റവുമായി ചേർന്ന് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇതുപോലെ തന്നെ സെക്കൻഡ് കാർബണിലും നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായി, ഇവിടെയും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി നമുക്കറിയാം ഇവിടെ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. രണ്ട് കാർബണിലുള്ള അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെയും രണ്ട് പൈ ബോണ്ട്സ് ഫോം ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് പൈ ബോണ്ട്സ് ഫോം ചെയ്തു, അതേപോലെ ഒരു സിഗ്മ ബോണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു സിഗ്മ ബോണ്ടും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് പൈ ബോണ്ട്സും ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർബണിനിടയിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. അതിൻ്റെ ബോണ്ട് ലെങ്ത്ത് 1.20 ആങ്സ്ട്രോം ആണ്. ഓക്കെ, കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്, രണ്ട് പൈ ബോണ്ട്. അതേപോലെ HCC ബോണ്ട് ആംഗിൾസ് 180 ഡിഗ്രിയും ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അസറ്റിലീൻ മോളിക്യൂളിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഇത്രയും നേരം നമ്മൾ നോക്കിയത് s ഓർബിറ്റിലും p ഓർബിറ്റിലും ഇൻവോൾവ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് s ഓർബിറ്റിലും p ഓർബിറ്റിലും d ഓർബിറ്റിലും ഇൻക്ലൂഡഡ് ആവുന്ന ഹൈബ്രിഡൈസേഷനാണ്, sp3d ഹൈബ്രിഡൈസേഷൻ. ഇതിൽ ഉൾപ്പെടുന്ന ഓർബിറ്റൽസ് ഇതൊക്കെയാണ്: s ഓർബിറ്റൽ, px, py, pz. ആൻഡ് ഒരു d ഓർബിറ്റലുണ്ട്, അത് d(z²) ആണ്. നമുക്കറിയാം 5 d ഓർബിറ്റലിൽ 5 ടൈപ്പ് ഉണ്ട് അല്ലേ. dxy, dyz, dxz, dx² - y² ആൻഡ് dz². അപ്പോൾ ഇതിൽ ഹൈബ്രിഡൈസേഷനിൽ sp3d ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ആവുന്ന ഓർബിറ്റൽസ് one s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽസ് ആൻഡ് 1 d ഓർബിറ്റൽസ്. ഇത് ചേർന്ന് ഇൻ്റർമിക്സ് ചെയ്ത് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് sp3d ഹൈബ്രിഡൈസേഷൻ കിട്ടിയത്. ഇതെങ്ങനെ ഓറിയൻറ്റ് ചെയ്യുന്നത്? ട്രയഗണൽ ബൈപിരമിഡൽ ഫാഷനിലാണ്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഹൈബ്രിഡൈസേഷനിൽ ന്യൂ ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ, ന്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന ഓർബിറ്റൽസ്, അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസിന് ഈക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടുത്തെ കേസിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ നോട്ട് ഈക്വലൻ്റ്. അവിടെ ഒരു സെറ്റ് ആക്സിലി ഓറിയൻറ്റഡ് ഓർബിറ്റൽസും ഉണ്ടാവും, മറ്റൊരു സെറ്റ് ഇക്വറ്റോറിയലി ഓറിയൻറ്റഡ് ഓർബിറ്റൽസും ഉണ്ടാവും. അതായത് 2 ആക്സിയലി ഓറിയൻറ്റഡ് ഓർബിറ്റൽസും 3 ഇക്വറ്റോറിയലി ഓറിയൻറ്റഡ് ഓർബിറ്റൽസും ആണ് ഫോം ചെയ്യുക. 1 3 + 1 + 3 + 1 അങ്ങനെയാണ് 5 ഓർബിറ്റൽസ് ആണ് നമ്മൾക്ക് ഫോം ചെയ്യേണ്ടത്. അതിൽ 2 എണ്ണം ആക്സിയലി ഓറിയൻറ്റഡും 3 എണ്ണം ഇക്വറ്റോറിയലി ഓറിയൻറ്റഡും ആണ്. ഇനി നമ്മൾക്ക് ഇതിനുള്ള എക്സാമ്പിൾസ് pf5 pcl5 ആണ്. നമുക്ക് അതിൽ pcl5 മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ഇത്രയും നേരം പഠിച്ചതുപോലെ തന്നെ ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് എടുത്തു. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 1s2 2s2 2p6 3s2 3p3, അതായത് 3px1 3py1 3pz1. ഇവിടെ d ഓർബിറ്റൽസ് ഒന്നുമില്ല. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്കതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പം s ഓർബിറ്റലുള്ള ഒരു ഇലക്ട്രോൺ d ഓർബിറ്റലിലേക്ക് വിന്യസിക്കും. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോവും. അപ്പോൾ നമ്മൾക്ക് s ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോൺ d ഓർബിറ്റലിലേക്ക് പോകും. അതിനുശേഷം
ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് എല്ലാം മിക്സ് ചെയ്ത് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഷഫിൾ ചെയ്ത് ഒരു ഹൈബ്രിഡൈസേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും 1 ഡി ഓർബിറ്റലും കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ ഓർബിറ്റൽ നമുക്ക് ഫോം ചെയ്യും. ഇവിടെയും ഇതുപോലെ തന്നെ ഫോസ്ഫറസിന് ചുറ്റും 5 ക്ലോറിൻ മോളിക്യൂളാണ് ഉള്ളത് അല്ലേ. ഇതാണ് സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്. നമ്മൾ പറഞ്ഞു PCl5 മോളിക്യൂൾ ട്രയാഗണൽ ബൈ പിരമിഡൽ ഫാഷനിലാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ദേ ആർ ഓൾ നോട്ട് ഈക്വലൻ. ഓക്കെ, സം ആർ ലൈ ഇൻ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആൻഡ് സം ആർ ലൈ ഇൻ ആക്സിയൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ ഹെഡ് ഓൺ ഫാഷനിലുള്ള ഓവർലാപ്പിംഗ് ഉണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഓരോ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസും മറ്റൊരു ക്ലോറിൻ ആറ്റവുമായി ചേർന്നിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ എല്ലാം ഓരോ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓരോ ക്ലോറിൻ ആറ്റവും ഫോസ്ഫറസുമായി ചേർന്ന് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗറിലെ റെപ്രസെൻറ്റേഷൻ. ഇപ്പം ഇക്വറ്റോറിയൽ ബോണ്ട്സ് 120 ഡിഗ്രിയിലും ആക്സിയൽ ബോണ്ട്സ് 90 ഡിഗ്രിയിലുമാണ് ഇവിടെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോസ്ഫറസും ക്ലോറിനും തമ്മിൽ 90 ഡിഗ്രി ആംഗിളിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്കതിനെ ആക്സിയൽ ബോണ്ട് എന്ന് പറയാം. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ഇവിടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് 2 ആക്സിയൽ ബോണ്ടും PCl5 എന്ന ആക്സിയൽ ബോണ്ടും ഇത് 3 ഇക്വറ്റോറിയൽ ബോണ്ട്സും ആണ്. അപ്പം ഈ ഇക്വറ്റോറിയൽ ബോണ്ട്സ് തമ്മിലും ഒരു റിപ്പൾഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രോൺസ് തമ്മിലൊരു റിപ്പൾഷൻ ഇവിടെ നടക്കും. അതുപോലെ തന്നെ ആക്സിയൽ ബോണ്ടിൻ്റെ പ്രസൻസിൽ ഒരു ആക്സിയൽ ബോണ്ടിലുള്ള ഇലക്ട്രോൺസും ഇവിടെ റിപ്പൾഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും തമ്മിൽ ഉള്ള ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ബോണ്ടിന് ഇടയിലും ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ ഈ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഇക്വറ്റോറിയൽ ബോണ്ട്സിൻ്റെ ഇടയിലുള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, ഈ ഇക്വറ്റോറിയൽ ബോണ്ട്സ് തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷനേക്കാൾ കൂടുതൽ ഈ ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷനാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ടിന് കുറച്ച് സ്ലൈറ്റ്ലി ലോങ്ങർ ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ അത് ഇക്വറ്റോറിയൽ ബോണ്ട്സിനേക്കാൾ വീക്കറോ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ PCl5 ഒരു റിയാക്റ്റീവ് മോളിക്യൂളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ്. PCl5 എന്തുകൊണ്ടാണ് ഒരു റിയാക്റ്റീവ് മോളിക്യൂൾ ആയത്? നമുക്കറിയാം ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ട് ഫോർമേഷനിൽ ഇക്വറ്റോറിയൽ ബോണ്ട്സും ഉണ്ട് ആക്സിയൽ ബോണ്ട്സും ഉണ്ട്. അതിൽ ആക്സിയൽ ബോണ്ട് ഇക്വറ്റോറിയൽ ബോണ്ട് തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട്സ് സ്ലൈറ്റ്ലി ലോങ്ങർ ആണ്, വീക്കറും ആണ് ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ദിസ് മേക്സ് PCl5 എ റിയാക്റ്റീവ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് sp3d ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിളിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പം നമുക്ക് അടുത്തത് sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇതിൽ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ ഒരു എസ് ഓർബിറ്റലുണ്ട്, 3 പി ഓർബിറ്റലുണ്ട്, 2 ഡി ഓർബിറ്റലുണ്ട് അല്ലേ. ഇവിടെ ഒരു എസ് ഓർബിറ്റൽ, 3 പി ഓർബിറ്റൽ, 2 ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റലിൽ dx² - y² dz² ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുമ്പം ഇതിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഒക്ടാഹീഡ്രൽ ഫാഷനിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒക്ടാഹീഡ്രൽ ഫാഷനിലാണ്. അപ്പോൾ ഇതിനുള്ള നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ SF6 ആണ്. നമുക്കത് നോക്കാം. SF6 അതായത് സൾഫറിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റംസ്. സൾഫറിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റംസ്. ഇതാണ് സൾഫറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാലൻസ് ഷെല്ലിലുള്ള കോൺഫിഗറേഷൻ 3s2 3px2 3py1 3pz1. ഓക്കെ, നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള കോൺഫിഗറേഷനിൽ വരുമ്പം എസ് ഓർബിറ്റലിൽ നിന്ന് അതുപോലെ പി ഓർബിറ്റലിൽ നിന്നും ഡി ഓർബിറ്റലിലേക്ക്
ഒരു ഇലക്ട്രോണിൻ്റെ ഡി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എസ് ഓർബിറ്റലിൽ നിന്നും പി ഓർബിറ്റലിൽ നിന്നും ഓരോ ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ആൻഡ് ദിസ് ഈസ് ദി sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഇതാണ് നമ്മളുടെ SF6 സ്ട്രക്ചർ. സൾഫറിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റംസ് സിഗ്മ ബോണ്ടിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വിത്ത് ദി ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് sp3d2 ഹൈബ്രിഡൈസേഷനിൽ പഠിക്കാനുള്ളത്. അടുത്തത് sp3d3 മോളിക്യൂളാണ്. ഇവിടെ എന്തായിരിക്കും? ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ, 3 d ഓർബിറ്റൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പെൻറ്റഗണൽ ബൈപിരമിഡൽ ഓറിയൻറ്റേഷനാണ് ഇതിനുള്ളത്. എക്സാമ്പിൾസ് IF7 ഒരു ഐക്ക് ചുറ്റും 7 ഫ്ലൂറിൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ 2 ആക്സിയലി ഓറിയൻറ്റഡ് ഓർബിറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ 5 ഓർബിറ്റൽസ് ഡയറക്റ്റ് ടുവേഴ്സ് ദ കോർണേഴ്സ് ഓഫ് എ പെൻറ്റഗൺ. ഓക്കെ, അപ്പോൾ ഇതാണ് sp3d3 മോളിക്യൂൾ. ഇതിൻ്റെ എക്സാമ്പിൾ IF7 ആണ് നമ്മൾക്കുള്ളത്. അത് നമ്മളുടെ സിലബസിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സ്ട്രക്ചർ എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾക്കുള്ളത്. ആദ്യമായിട്ട് നമ്മളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ലീനസ് പോളിംഗ് ആണ് ആദ്യമായിട്ട് ഹൈബ്രിഡൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു എക്സ്പ്ലെയിൻ ജോമെട്രി, നേച്ചർ ഓഫ് ബോണ്ട്സ്, ഷേപ്സ് ആൻഡ് ബോണ്ട് ആംഗിൾ. അതുപോലെ ഇതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഹൈബ്രിഡൈസേഷൻ്റെ ക്രൈറ്റീരിയയും സാലിയൻ ഫീച്ചേഴ്സും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ആ ഓരോ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ആദ്യം എസ് ഓർബിറ്റലും പി ഓർബിറ്റലും ഇൻവോൾവ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ നോക്കി. SP, SP2, SP3. അതിനുശേഷം നമുക്ക് ഡി ഓർബിറ്റൽസ് ഇൻവോൾവ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ നോക്കി. sp3d, sp3d2, sp3d3. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസും നമ്മൾ നോക്കി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഫിഗേഴ്സും സ്ട്രക്ചേഴ്സും എല്ലാം എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.